ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഗരം മസാല ചെയ്തെടുക്കാം. അപ്പോൾ അതിന് കുറച്ച് മസാലയുടെ കൂട്ടുകളെല്ലാം ഒരുപോലെ നമ്മൾ ഇട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല മണമുള്ള ഗരം മസാല നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് ഒരു 1/4 കപ്പാണ്. ഈ ഒരു 1/4 കപ്പിൻ്റെ അളവിലാണ് ഞാൻ എല്ലാ മസാലയും എടുക്കുന്നത്. എല്ലാ മസാലയും ഒരുമിച്ച് ഈ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇടുകയാണ്. അപ്പോൾ ഈ പ്ലേറ്റ് നല്ല ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളം നനവ് കാണാൻ പാടില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ ഇതുപോലെ പൊടിച്ച് വെച്ചാൽ പൂത്തു പോവും. അപ്പോൾ അതങ്ങനെ പൂത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേറ്റാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് തക്കോലം, അപ്പോൾ ഇതാണ് തക്കോലം ഞാൻ ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇത് ഒരു 1/4 കപ്പ് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം കുറച്ച് കൂടി നിന്നാലും കുഴപ്പമില്ല. പെരിഞ്ജീരകം കുറച്ച് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ഗരം മസാലയ്ക്ക്. ഇതൊരു 1/4 കപ്പ് ജാതിപത്രിയാണ്. 1/4 കപ്പ് ഗ്രാമ്പുവാണ്. ഏലക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ ഞാൻ ഏലക്ക 2 ടൈപ്പിൽ ഏലക്ക എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സാധാരണ കിട്ടുന്ന ചെറിയ ഏലക്ക, അത് ഞാനൊരു 1/4 കപ്പാണ് എടുത്തത്. അപ്പോൾ ഇത് കറുത്ത ഏലക്കയാണ്, വലിയ ഏലക്ക. ഇത് നല്ല മണവുമാണ്, നല്ലൊരു ഫ്ലേവറുമാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം ഇതിന് നല്ല വിലയുമാണ്. നമ്മുടെ സാധാരണ ഏലക്കയേക്കാളും കുറച്ച് വില കൂടുതലുമാണ്. ഈ ഏലക്ക ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിതൊരു 10 ഏലക്ക ചേർക്കുവാണ്. ഇപ്പം അത് ഓപ്ഷണലാണ്, ആ ഏലക്ക ഇല്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ ഇതുപോലെ വലിയ 4 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുവാണ്. ചിലർ കുരുമുളകൊക്കെ ചേർക്കാറുണ്ട് ഗരം മസാലയിൽ. കുരുമുളകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഗരം മസാലയ്ക്ക് നല്ല ഒരു എരിവിൻ്റെ ഫ്ലേവറായിപ്പോവും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് നല്ലൊരു ഗരം മസാല ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഇത് ചിലർ വറുത്തൊക്കെ ഗരം മസാല ഉണ്ടാക്കും. വറുത്ത് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ വറുത്ത് കഴിയുമ്പോൾ ആ മസാലയുടെയൊക്കെ യഥാർത്ഥ ഒരു മണം കിട്ടത്തില്ല നമുക്ക്. അതുപോലെ തന്നെ ആ ഗരം മസാലയ്ക്കും ചെറിയൊരു ആ വറുത്ത മസാലയുടെ ഒരു ടേസ്റ്റും ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ പൊടിച്ച് നന്നായിട്ട് ഈർപ്പമില്ലാത്തൊരു ബോട്ടിലിൽ എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചിരുന്നാൽ കുറേ ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് നാൾ നമുക്കിത് വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഈർപ്പമില്ലാത്ത ഇരുന്നാൽ മതി. ഇപ്പം ഞാനിത് ഇത്രയും ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ മസാലയുടെ കൂട്ടെല്ലാം ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ബൗളാണെങ്കിൽ പെട്ടെന്ന് പൊടിയുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിയുകയും ചെയ്യും എല്ലാം ഒരുപോലെ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ബൗള് പൊടിക്കാനെടുക്കുന്ന ബൗൾ എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ഒട്ടും ഈർപ്പം കാണാൻ പാടില്ല. അത് നല്ല ഡ്രൈ ആയിരിക്കണം. ഇനി നമുക്ക് ഈ മസാലയുടെ കൂട്ടെല്ലാം ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാലയുടെ കൂട്ടെല്ലാം ഞാനൊരു ബൗളിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ചൊന്നെടുക്കണം. പൊടിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഗരം മസാല ആ മസാല എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പാത്രവും അതുപോലെ തന്നെ നമ്മളിത് തട്ടിയിടുന്ന പാത്രം ഒട്ടും വെള്ളം കാണാൻ പാടില്ല, ഒട്ടും ഈർപ്പം ഉണ്ടാവരുത്, നല്ല ഡ്രൈ ആയിരിക്കണം. ഇതിപ്പോൾ പൊടിച്ചെടുത്തുകൊണ്ട് നല്ല ചൂടായിരിക്കും. ഇതുപോലെ ചൂട് മാറാനായിട്ട് ഇതുപോലെ വയ്ക്കാം. ചൂട് മാറിയ ശേഷം ഈ ഗരം മസാല നമുക്ക് ഒരു ബോട്ടിലാക്കി വയ്ക്കാം. എയർ ടൈറ്റുള്ളൊരു ബോട്ടിൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയാണ് വയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ചൂട് മാറണം, അല്ലെങ്കിൽ ഈർപ്പം അടിച്ച് കഴിഞ്ഞാൽ അത് പൂത്തു പോകും. അപ്പോൾ അതുകൊണ്ട് ചൂടെല്ലാം മാറിയ ശേഷം നമുക്കൊരു ബോട്ടിലാക്കി ഇത് സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഗരം മസാല പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.